ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജിത്ത് പുറത്തു പോകാൻ ഒരുങ്ങുന്ന സമയത്ത് രഞ്ജിത്തിനോടൊപ്പം സൂര്യയോടും ഒപ്പം പോകാൻ പറയുകയാണ്. നിനക്കല്ലേ രഞ്ജിത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറഞ്ഞത്, അപ്പോൾ നീയും കൂടി രഞ്ജിത്തിനോടൊപ്പം പുറത്തേക്ക് പൊയ്ക്കോ എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനിയും പറയുന്നുണ്ട്, സൂര്യ സാർ, രഞ്ജിത്ത് സാറിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളത് സൂര്യ സാറിനല്ലേ നിർബന്ധമുള്ളത്. അപ്പോൾ സൂര്യ സാറിന് രഞ്ജിത്ത് സാറിനോടൊപ്പം പുറത്തു പോയാൽ കൂടുതൽ അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ സൂര്യയെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ രഞ്ജിത്ത് ചോദിക്കുക, എന്താ സൂര്യയോട് പറഞ്ഞു കൊടുക്കുന്നത് നന്ദിനി? എന്നോടൊപ്പം പുറത്തു പോവണ്ട എന്നാണോ? അയ്യോ അല്ല സാർ, ഞാൻ സൂര്യ സാറിനോടൊപ്പം പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധിക്കുകയാണെന്ന് കാണുമ്പോൾ സൂര്യ പറയാണ്, ഞാൻ എന്തായാലും രഞ്ജിത്തിനോടൊപ്പം പുറത്തു പോകുന്നില്ല. രഞ്ജിത്തിനെ കൂടുതൽ മനസ്സിലാക്കേണ്ടതും രഞ്ജിത്തിനെ കുറിച്ച് അറിയേണ്ടതും എനിക്കല്ല, കൂടുതൽ അറിയേണ്ടത് വേദയാണ് രഞ്ജിത്തിനോടൊപ്പം പുറത്തു പോവേണ്ടത് എന്ന് സൂര്യ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന എല്ലാവർക്കും അത് ശരിയാണല്ലോ, വേദയും രഞ്ജിത്തും കൂടി പുറത്തു പോയാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കാർ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് രഞ്ജിത്ത് വേദയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവർ കയറുകയാണ് കാപ്പി കുടിക്കാൻ വേണ്ടി. ആ സമയത്താണ് രഞ്ജിത്തും വേദയും കൂടി സംസാരിക്കുമ്പോഴാണ് വേദയുടെ കോളേജിൽ പഠിച്ച സീനിയർ വിദ്യാർത്ഥിയെ കാണുന്നത്. വേദയോട് ആ പയ്യൻ ചോദിക്കുകയാണ്, അല്ല വേദ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വേദ അങ്ങ് പതർച്ചയോട് കൂടിയാണ് കേട്ടോ രഞ്ജിത്തിനെ നോക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് വേദയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുമില്ല, ഇതെൻ്റെ കസിനാണ് എന്ന് പറഞ്ഞ് രഞ്ജിത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ വേദ. ആ പയ്യൻ കൂടുതൽ സംസാരിക്കാതെ മറ്റേ സൈഡിൽ പോയിരിക്കുകയാണ്. അപ്പോൾ വേദയെ തന്നെ ആ പയ്യൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രഞ്ജിത്ത് വേദയോട് പറയണം, അല്ല നീ എന്താ കൂടുതൽ നേരം അവരോട് സംസാരിക്കാതിരുന്നത്? അത് നിന്നോടൊപ്പം പഠിച്ചിരുന്ന പയ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സീനിയർ വിദ്യാർത്ഥിയാണ്. രഞ്ജിത്ത് പറയണേ, എന്നിട്ട് എന്താ വേദ, നീ എന്താ ആ പയ്യനെ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ ക്ഷണിക്കാതിരുന്നത്? അവന് കൂടി കാപ്പി ഓർഡർ ചെയ്യായിരുന്നില്ലേ? ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പരിചയമുണ്ടോ എന്നുള്ളൂ, അല്ലാതെ കൂടുതൽ അടുപ്പമൊന്നുമില്ല എന്ന് പറയട്ടെ. അങ്ങനെ രഞ്ജിത്ത് പറയണേ, എങ്കിൽ ഞാൻ ആ പയ്യനുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് രഞ്ജിത്ത് ആ പയ്യൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പേര് രഞ്ജിത്ത്, ഞാൻ വേദയുടെ അമ്മയുടെ ഏട്ടൻ്റെ മോനാണ് എന്ന് പറഞ്ഞ് രഞ്ജിത്ത് തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ പയ്യനോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയണ, വേദയ്ക്കില്ലായിരുന്നു, പക്ഷേ എനിക്കുണ്ട്, എനിക്ക് വേദയെ ഒരുപാട് ഇഷ്ടമാണ്, വൺ സൈഡ് ലവ് ആണ് എന്ന് പറയുമ്പോൾ അതിനെന്താ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി വേദയുടെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് എല്ലാവരും കേൾക്കെ വേദയെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയണം. എന്നിട്ട് വേദയ്ക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ തന്നെ മുന്നിൽ നിർത്തി നടത്തി തരാം. അതല്ല വേദയ്ക്ക് ആ സമയത്ത് നിന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നീ അത് വിട്ടേക്കണം, പിന്നെ നിനക്ക് അവളോട് ദേഷ്യമോ ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ ആ പയ്യൻ പറയണം, ഏയ് എനിക്ക് വേദയോട് ഒരു ദേഷ്യവുമില്ല, എൻ്റെ സ്നേഹം ഞാൻ വേദയോട് ഇതുവരെയും അറിയിച്ചിട്ട് പോലുമില്ല. അപ്പോൾ രഞ്ജിത്ത് പറയണേ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി വേദയുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾ വേദയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയണം. എന്നിട്ട് വേദയ്ക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം നടത്തി തരികയും ചെയ്യും. എന്താ അതിന് നീ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യന് രഞ്ജിത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാവുകയാണ് കേട്ടോ. നല്ല പയ്യനാണല്ലോ എന്നുള്ള ഭാവത്തിലിട്ടു. അങ്ങനെ രഞ്ജിത്ത് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോൾ രഞ്ജിത്തും ഈ പയ്യനും കൂടി സംസാരിക്കുന്നത് വേദ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. വേദ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്കും രഞ്ജിത്തിനോട് ഒരുപാട് ഇഷ്ടമാവുകയാണ് കേട്ടോ. നല്ല പക്വതയുള്ള നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണ് എന്ന് വേദ മനസ്സിൽ രഞ്ജിത്തിനെ കുറിച്ച് ചിന്തിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ രഞ്ജിത്ത് വേദയുടെ അടുത്തേക്ക് ചെല്ലണേ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്, നിനക്ക് ആ പയ്യൻ്റെ അടുത്തേക്ക് വരായിരുന്നില്ലേ? അല്ല, എനിക്ക് അപ്പോഴത്തേക്കും ചേച്ചി വിളിച്ചിരുന്നു, അതാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചത്, എങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്നും അങ്ങ് പോവാട്ടോ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രഞ്ജിത്ത്, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മെയിൽ അയക്കാനുണ്ട് എന്ന് പറഞ്ഞ് രഞ്ജിത്ത് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ദ്രജ ചോദിച്ചറിയുകയാണ് രഞ്ജിത്തിനെ കുറിച്ച്. അപ്പോൾ വേദ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണ, അത് ശരി, അങ്ങനെയാണോ, എങ്കിൽ നിൻ്റെ ഭാഗ്യമാണ്, നല്ല പയ്യനാണല്ലോ, ഇത്രയും പക്വതയുള്ള, നിന്നെ സംശയിക്കാതെ. വേറെ വല്ല പയ്യന്മാരാണെങ്കിലും നിന്നെ സംശയിച്ച് ഈ വിവാഹം വേണ്ട എന്നാ പറയും, പക്ഷേ ഈ പയ്യൻ അങ്ങനെയല്ലല്ലോ കാണിച്ചത്, അതുകൊണ്ട് രഞ്ജിത്ത് എന്തുകൊണ്ടും നല്ല പയ്യൻ തന്നെയാണ് എന്ന് വേദയോട് ഇന്ദ്രജയും പറയട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും രഞ്ജിത്തിനെ കുറിച്ച് നന്നായിട്ട് പുകഴ്ത്തി സംസാരിക്കുകയാണ്. രഞ്ജിത്ത് നല്ലവനാണെന്നുള്ളത് രണ്ടുപേരും കൂടി സംസാരിക്കാണ്ടോ. രഞ്ജിത്തിൻ്റെ ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും അങ്ങ്
വിശ്വസിച്ച് പോവാണ്. ഈ സമയം ഗംഗ പേപ്പറിൽ ഇങ്ങനെ അരിച്ചു പെറിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജീവ് വന്ന് ചോദിക്കുകയാണ്, എന്താ ഗംഗെ നീ ഇങ്ങനെ പേപ്പർ അരിച്ചു പെറിച്ച് വായിക്കുന്നത്? നിനക്ക് ഈ വക ശീലമൊന്നും ഇല്ലാത്തതാണല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ രാജീവേട്ടാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നോക്കുന്നത്, അത് പേപ്പറിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ നോക്കുന്നത്. എന്താണെങ്കിലും കാര്യം പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗംഗ ഒരുപാട് സന്തോഷത്തോടു കൂടി, രാജീവേട്ടാ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. നീ എന്താണ് പറയുന്നത്, നീ ഒന്ന് തെളിച്ച് പറ. അങ്ങനെ രാജീവിനോട് ഗംഗ കാര്യം പറയുകയാണ് കേട്ടോ. ഞാൻ പത്മയുടെ വീട്ടിലേക്ക് ഒരു വിഗ്രഹം കൊണ്ടുകൊടുത്തില്ലേ, അത് ഒന്നൊന്നര വിഗ്രഹം തന്നെയാണ്. എന്താ ഗംഗ നീ പറയുന്നത്? അതെ, പത്മയുടെ കുടുംബം തന്നെ എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് അവരുടെ കുടുംബം തന്നെ ഇല്ലാതാവുന്നതാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള വിഗ്രഹം. അപ്പോൾ എന്താണ് ഗംഗെ നീ ഉദ്ദേശിച്ചത്? ഏട്ടൻ എന്താ കരുതിയത്? ഞാൻ ആ വിഗ്രഹം അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു സാധാരണ വിഗ്രഹമാണെന്നാണോ ഏട്ടൻ കരുതിയത്? എങ്കിൽ ഏട്ടന് തെറ്റി. ഇതൊരു ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്. അത് എൻ്റെ ആളുകളെ കൊണ്ട് ഞാൻ അവിടെ നിന്നും അടിച്ചു മാറ്റിച്ചതാണ്. പക്ഷേ ഇതുവരെയും ആ വിഗ്രഹം മോഷണം പോയത് അവിടെയുള്ള ക്ഷേത്രത്തിലെ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് അറിഞ്ഞു. ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള വിഗ്രഹമാണ്. ഇത് കോടാനുകോടി വിലവധിക്കുന്ന ഒരു വിഗ്രഹം കൂടിയാണ്. അത് കേട്ടപ്പോൾ രാജീവ് ചോദിക്കുകയാണ്, എന്താ ഗംഗ നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിച്ചത്? ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹമാണോ നീ പത്മയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചത്? അത് നിനക്ക് സ്വന്തമാക്കാമായിരുന്നില്ലേ? എന്നിട്ട് നിനക്ക് ആ കോടികൾ വാങ്ങാമായിരുന്നില്ലേ? ഏട്ടാ അതൊന്നും വേണ്ട എനിക്ക്. ഞാൻ എൻ്റെ സുദർശന് കൊടുത്ത വാക്ക് പാലിക്കണം. പത്മയുടെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് ഞാൻ സുദർശന് കൊടുത്ത വാക്കാണ്. അതെനിക്ക് പാലിച്ചേ പറ്റൂ. പത്മ എല്ലാവർക്കും മുന്നിൽ, എല്ലാ നാട്ടുകാർക്കും ജനങ്ങൾക്കും മുന്നിൽ പത്മ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വിഗ്രഹം കാണാതായതിപ്പോൾ വലിയ വാർത്തയായിട്ടുണ്ട്. പോലീസുകാർ അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാജീവ് പറയണേ, എങ്കിൽ ഗംഗ ഇപ്പം തന്നെ ഒരു കോൾ ചെയ്താൽ പോരെ? പത്മയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിക്കോളും പോലീസുകാർ. എന്നിട്ട് പോലീസുകാർ പത്മയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്താന്ന് വെച്ചാൽ ഇപ്പം തന്നെ ചെയ്തേക്ക് ഗംഗ എന്ന് പറയുമ്പോൾ, ഇല്ല ഏട്ടാ ഇപ്പം ഞാൻ ഒന്നും ചെയ്യില്ല. ഇപ്പം ഞാൻ ശാന്തമായിരിക്കുന്നത്. പത്മയുടെ വീട്ടിൽ ഒരു വിശേഷ ദിവസം വരണം. അന്നാണ് പത്മയുടെ വീട്ടിൽ ആ വിഗ്രഹമുള്ള കാര്യം ഞാൻ പോലീസിനെ അറിയിക്കൂ. എന്നിട്ട് പത്മയുടെ വീട്ടിലെ ആ വിശേഷമെല്ലാം ഞാൻ കുളമാക്കുകയും ചെയ്യും. പത്മയുടെ വീട്ടിൽ നിന്നും പത്മയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗംഗ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. അപ്പോൾ രാജീവിന് അത് കേട്ടപ്പോൾ, അത് നല്ല ബുദ്ധിയാണ് ഗംഗ, നിൻ്റെ തലച്ചോറ് അത് സമ്മതിച്ച് തന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട് രാജീവ്. പിന്നീട് നന്ദിനി എല്ലാവരുടെയും ഉണക്കിയിട്ട ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഹരിതയുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി ടേബിളിൽ കൊടുന്നിടുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി ഓരോരുത്തരുടെ ഡ്രസ്സായിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഹരിത വരുന്നത്. അപ്പോൾ നന്ദിനി ആ ഡ്രസ്സ് മടക്കി വെക്കുന്നത് കാണുമ്പോൾ ഹരിതയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹരിത വന്ന് പറയുകയാണ്, നീ എന്ത് കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയതൊക്കെ മടക്കി വെക്കുകയാണ് മാഡം. ഈ ഡ്രസ്സ് ആരുടേതാണ്? ഇത് ഹരിത മാഡത്തിൻ്റേതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ, അത് എൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ നിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒരുമിച്ചാണോ നീ കൂട്ടി ഉരച്ചാണോ കൊണ്ടുവന്നത്? അത് പിന്നെ മാഡം, അതെ ഞാൻ ഉണങ്ങിയ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് വന്ന് മടക്കി വെച്ചതാണ്. എന്താണ് മാഡം ഇപ്പോൾ കുഴപ്പമെന്ന് ചോദിച്ച ഉടനെ തന്നെ ഹരിതയുടെ ഡ്രസ്സുകളെല്ലാം തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബഹളം കേട്ടിട്ടാണ് അവിടേക്ക് ഇന്ദ്രജയും വേദയൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ഹരിത ആ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ്. ഹരിതയുടെ ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങ് വലിച്ചെറിയുകയാണ്. അപ്പോൾ ഇന്ദ്രജ ചോദിക്കുകയാണ്, എന്താ ഹരിത നീ കാണിക്കുന്നത്? നീ എന്തിനാണിപ്പോൾ നിൻ്റെ ഡ്രസ്സുകളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുന്നത്? ഈ ഡ്രസ്സുകൾ ഇനി ഞാൻ ഇടില്ല. ഈ ഡ്രസ്സുകൾ ഇനി എനിക്ക് കാണുകയും വേണ്ട. അവളുടെ ഡ്രസ്സുകളോടൊപ്പം എൻ്റെ ഡ്രസ്സും അവൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഈ വീട്ടിലെ വെറും വേലക്കാരിയായ അവളുടെ ഡ്രസ്സിനോടൊപ്പം എൻ്റെ ഡ്രസ്സ് അവൾ കൂട്ടിക്കുഴച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഇപ്പം തന്നെ കത്തിച്ചു കളയും എന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രജ മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രനും പത്മയും ഉദയനും വന്ദനയും നന്ദിനിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നന്ദിനിക്ക് നന്നായിട്ട് വിഷമാവുകയാണ് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഞാനൊന്ന് മടക്കി വെച്ചു എന്ന് കരുതി എന്തിനാണ് ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ സങ്കടത്തോടു കൂടിയാണ് കേട്ടോ നന്ദിനി നിൽക്കുന്നത്. അപ്പോൾ പത്മ പറയണേ, എന്തിനാ മോളെ ഇത് കത്തിക്കാനൊക്കെ നിൽക്കുന്നത്? അതങ്ങ് കളഞ്ഞാൽ പോരെ? പറ്റില്ല, എനിക്കിനി ഇത് കാണണ്ട. ഇവൾ എല്ലാം കൂട്ടിക്കുഴച്ച് വന്ന ഇവളുടെ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സും ഇവൾ കൂട്ടിക്കുഴച്ച് വന്നിരിക്കുന്നു. ഇനി എനിക്ക് ഈ ഡ്രസ്സുകൾ ഉപയോഗിക്കാനും പറ്റില്ല, എനിക്കിനി ഇത് കാണാനും പറ്റില്ല. നീ ഉപയോഗിക്കേണ്ട മോളെ, അതങ്ങ് കളഞ്ഞാൽ പോരെ എന്ന് യതീന്ദ്രൻ ചോദിക്കുമ്പോൾ, ഇല്ല അങ്കിൾ, എനിക്ക് സഹിക്കാൻ കഴിയില്ല. എനിക്കിത് കത്തിച്ച് കളഞ്ഞേ പറ്റൂ. എൻ്റെ മുന്നിൽ തന്നെ ഈ ഡ്രസ്സുകളെല്ലാം തന്നെ കത്തി ഒരു ചാമ്പലാകുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഹരിത കുറച്ച് ഓവറാവുകയാണ്.
ചൂടാവുകയാണ് കേട്ടോ. എന്നിട്ട് ഹരിത ആ ഡ്രസ്സുകളെല്ലാം തന്നെ കത്തിക്കുകയാണ്. അപ്പോൾ വന്ദനയും ഉദയനൊക്കെ പറയുന്നുണ്ട്, മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത്, ഡ്രസ്സുകളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉമ്മറത്ത് വെച്ച് തന്നെ കത്തിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ഹരിത അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ അഹങ്കാരത്തോടു കൂടി നന്ദിനിക്ക് മുന്നിൽ വെച്ച് തന്നെ ഹരിത ആ ഡ്രസ്സുകളൊക്കെ തന്നെ അങ്ങ് കത്തിക്കുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. ഇവൾ ഇത്രയ്ക്ക് അഹങ്കാരിയാണോ എന്നുള്ള ഭാവത്തിലോട്ട്. അപ്പോൾ ഇന്ദ്രജയും വേദയും ഇവൾ ആളൊരു മിടുക്കത്തി തന്നെയാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ. ഇത്രയ്ക്ക് ധൈര്യമോ എന്നുള്ള ഭാവത്തിലാണ് അവരൊക്കെ നോക്കുന്നത്. അപ്പോൾ നന്ദിനിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ അറിയാതെ ഞാൻ ആ ഡ്രസ്സൊന്ന് എടുത്തുകൊണ്ട് വന്നു, എന്നിട്ട് അത് മടക്കി വെക്കുകയായിരുന്നല്ലോ, എന്തിനാണ് ഈ മേഡം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നന്ദിനി വിഷമത്തോടു കൂടി കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോവട്ടോ. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് അപ്പോഴാണ് താഴേക്ക് സൂര്യ ഇറങ്ങി വരുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, എന്താ നന്ദിനി നിനക്ക്? ഒന്നുമില്ല, ഞാൻ സൂര്യ സാറിനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരാം. അല്ല എനിക്കിപ്പോൾ വിശക്കുന്നില്ല, പക്ഷേ നിൻ്റെ മുഖമൊക്കെ എന്താ വാടിയിരിക്കുന്നത്, നിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. അങ്ങനെയല്ല, എന്തോ ഒന്നുണ്ട് എന്ന് ചോദിച്ച് സൂര്യ നിർബന്ധിച്ച് നന്ദിനെ കൊണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി കാര്യങ്ങളൊക്കെ സൂര്യയോട് പറയണം. അത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. അവളുടെ ഉണങ്ങിയ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കുന്നതും പോരാഞ്ഞിട്ട് അത് നന്ദിനിയുടെ ഡ്രസ്സിൻ്റെ കൂടെ ആയി എന്ന് കരുതി അത് കത്തിച്ചു കളയുക, അത്രയ്ക്ക് അഹങ്കാരമോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ അവിടേക്ക് വരുന്നത്. എന്നിട്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രാജു കാര്യങ്ങളൊക്കെ അങ്ങ് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ രാജുവിനോട് പറയണേ, രാജുട്ടാ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്ന് പറയട്ടെ. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഡ്രസ്സിലേക്ക് രാജു വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഹരിത പറയണേ, വേണ്ട, വെള്ളം ഒഴിച്ചു പോവരുത്, എൻ്റെ സ്വഭാവം മാറും, അതിലേക്ക് വെള്ളം ഒഴിച്ചാലെന്ന് പറയുമ്പോൾ നിൻ്റെ സ്വഭാവം എന്താണടി മാറാനുള്ളത്, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ, എൻ്റെ വീട്ടിൽ വന്ന് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഈ സൂര്യയ്ക്ക് കഴിയില്ല, നീ എന്ത് ധൈര്യത്തിലാടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എൻ്റെ നന്ദിനിയുടെ ഡ്രസ്സിൻ്റെ കൂടെ നിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നതിനാണോ നീ ഇപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി കത്തിച്ചു കളയുന്നത്, ഇതിന് മാത്രം എന്തുണ്ടായി ഇപ്പോൾ ഇവിടെ? ഹരിത പറയണേ, ഈ വേലക്കാരി തൊട്ടതൊന്നും തന്നെ എനിക്ക് വേണ്ട, എൻ്റെ ഒന്നും തന്നെ ഇവൾ തൊടാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല, ഇവൾക്ക് ഈ വീട്ടിൽ എന്ത് വിലയാണുള്ളത്, വെറും ഒരു വേലക്കാരിയായ ഇവൾ എന്തിനാണ് അവളുടെ ഡ്രസ്സിനോടൊപ്പം എൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്കത് പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനത് കത്തിച്ചു കളഞ്ഞത്. അപ്പോഴത്തേക്കും സൂര്യയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, അങ്ങനെയാണെങ്കിൽ നീ 4 നേരവും വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അത് എൻ്റെ ഭാര്യ നന്ദിനി വെച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് നീ കഴിക്കുന്നത്, അതെങ്ങനെ നിനക്ക് കഴിക്കാൻ കഴിയുന്നു? അപ്പോൾ നിനക്ക് തന്നെ അങ്ങ് അടുക്കളയിൽ കയറി അങ്ങ് ഉണ്ടാക്കിയ പോരെ, അതിന് എൻ്റെ നന്ദിനി വേണമല്ലേ? അപ്പോൾ ഹരിത, ദേ സൂര്യ എന്ന് പറയുമ്പോൾ എന്താടി നീ എന്നെ വിളിക്കുന്നത്, നിനക്ക് എന്നെ വിളിക്കാനൊന്നും ഒരു അധികാരവുമില്ല, എൻ്റെ ഭാര്യ നന്ദിനി വെച്ചുണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് ആർക്കും വെച്ചുണ്ടാക്കി തരണമെന്ന് എൻ്റെ നന്ദിനിക്ക് ഒരു നിർബന്ധവുമില്ല, അവൾ ചെയ്യുന്ന ഒരു സ്നേഹമാണ്, അവൾ ചെയ്യുന്ന ഒരു ഔദാര്യമായിട്ട് നിങ്ങൾ കാണും. നന്ദിനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വെച്ചുണ്ടാക്കി തരണം എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ, എനിക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ മതി, അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരണം എന്നുള്ളത് എൻ്റെ നന്ദിനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷേ എൻ്റെ നന്ദിനിയുടെ നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം രുചിയോടുകൂടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നീ കാണിക്കുന്ന അഹങ്കാരത്തിന് നിനക്കൊന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും എൻ്റെ നന്ദിനി തരേണ്ട ആവശ്യമില്ല, കൂടുതൽ ഓവറായാലുണ്ടല്ലോ എൻ്റെ നന്ദിനി നിങ്ങൾക്ക് ആർക്കും ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കി തരില്ല. ഇത് ഈ സൂര്യയാണ് പറയുന്നത്. അങ്ങനെ സൂര്യയുടെ ആ വാക്കുകൾ കേട്ടതോടുകൂടി ഹരിതയ്ക്കൊക്കെ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. നിനക്കൊക്കെ കയറി അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ പോലും അറിയാത്ത നീയൊന്നും ഇത്ര അഹങ്കരിക്കല്ലടി, വാ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് സൂര്യ അങ്ങ് റൂമിലേക്ക് പോവാട്ടോ. അങ്ങനെ ഹരിതയ്ക്ക് നല്ല കിടില മറുപടിയൊക്കെ കൊടുത്തിട്ടാണ് നന്ദിനിയുമായിട്ട് സൂര്യ പോകുന്നത്. ഇനി അടുത്തത് സൂര്യ ഹരിതയുടെ മുഖത്തേക്ക് ചൂട് ചായ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.